കഴിഞ്ഞ ദിവസം തമിഴ്നാടൻ JNTV നടത്തിയ പ്രസ് മീറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. സ്വന്തം കുട്ടികളെ പോലും കാണാൻ കഴിയാതെ ഒരു ഗ്രഹനാഥൻ അനുഭവിക്കുന്ന ഗാർഹിക പീഡനം. അതേസമയം നമ്മുടെ കേരളത്തിൽ പുതിയ സത്യപ്രതിജ്ഞയും പുതിയ തീരുമാനങ്ങളും വരുന്നുണ്ട്. ഒരു വശത്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ഘോരഘോരം പ്രസംഗം, മറുവശത്ത് JNTV പോലെ തകർന്നു പോകുന്ന പുരുഷന്മാർ. വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ? ഇതിന് പിന്നിലെ കളി അത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിതൊരു കൺസ്ട്രക്ഷൻ എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് ഭീമും പില്ലറും സ്ലാബും ഒരുപോലെ സ്ട്രോങ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെയിറ്റ് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് കൊളാപ്സ് ആവും. ഇറ്റ് ബാലൻസ്. നമ്മുടെ സമൂഹവും നിയമവ്യവസ്ഥയും ഇന്ന് അതുപോലെയാണ്. ഒരു വശത്തേക്ക് മാത്രം ചരിഞ്ഞിരിക്കുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ് 490A, പിന്നെ അത് ക്രൂരമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന പോക്സോ നിയമങ്ങൾ വരെ ഇന്ന് പുരുഷന്മാരെയും അവരുടെ കുടുംബത്തിനും എതിരെ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ്. ട്രൂ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ? നോ, ദിസ് ഈസ് പ്യുവർ ഫേക്ക് ഫെമിനിസം.